മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 മാർച്ച് 18 ചൊവ്വ. ട്രംപിന്റെ പുതിയ യുദ്ധാവേശവും സ്വതവേ ദുർബലയായ യമനെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്നല്ലാതെ അമേരിക്കയോ ഇതര സഖ്യകക്ഷികളോ മറ്റൊന്നും നേടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ട്രംപ് വീണ്ടും യമനു നേരെ. ഗസയ്ക്കുമേൽ ഇസ്രായേൽ തുടരുന്ന സമ്പൂർണ്ണ ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ചെങ്കടലിലെ അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിക്കുമെന്ന യമനിലെ ഹൂതി വിമതരുടെ ഭീഷണിക്ക് മറുപടിയായി ഹൂതി നിയന്ത്രിത ജനവാസ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 53 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. യമന് നേരെ നടക്കാനിരിക്കുന്ന വൻ വ്യോമാക്രമണങ്ങളുടെ തുടക്കമാണിത് എന്ന US സെൻട്രൽ കമാൻഡിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറക്കുമോ എന്ന ഭീതി പടർത്തിയിരിക്കുകയാണ്. ചെങ്കടലിൽ നങ്കൂരമിട്ട ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ 40 തവണയായി ആക്രമണം നടത്തിയത്. തലസ്ഥാനമായ സൻആ, സആദ, ഇബ്, അൽബൈദ, തായിസ് എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണമെന്നും ഇബിൽ 2 ജനവാസ കെട്ടിടങ്ങൾക്ക് നേരെ ബോംബ് വർഷിച്ചെന്നും ഹൂതികൾ അറിയിച്ചു. തിരിച്ചടിയായി ഞായറാഴ്ച USS ഹാരി ട്രൂമാനെ ലക്ഷ്യമിട്ട് 18 ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ തൊടുത്തതായി ഹൂതികൾ അവകാശപ്പെട്ടു. യമനിൽ നിന്നുള്ള ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടതായി US ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. അമേരിക്ക ആക്രമണം തുടർന്നാൽ ചെങ്കടലിൽ അവരുടെ കപ്പലുകൾ സുരക്ഷിതമായിരിക്കില്ലെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2023 മുതൽ ഹൂതികൾ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ 174 തവണയും ചരക്ക് കപ്പലുകൾക്ക് നേരെ 145 തവണയും ആക്രമണം നടത്തിയെന്നാണ് പെന്റഗണിന്റെ ആരോപണം. എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഗസയിൽ യുദ്ധവിരാമമായതിൽ പിന്നീട് ഇതുവരെ ഹൂതികൾ ആക്രമണമൊന്നും നടത്തിയിട്ടില്ല. ഹൂതികൾ US കപ്പലുകൾ ആക്രമിക്കാൻ ഉന്നം വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ജോ ബൈഡൻ ഭരണകാലത്ത് അമേരിക്കയും ബ്രിട്ടനും നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. സൻആ അന്താരാഷ്ട്ര വിമാനത്താവളം, തുറമുഖങ്ങൾ, പവർ സ്റ്റേഷനുകൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേലും വ്യോമാക്രമണങ്ങൾ നടത്തി. ആഗോള വാണിജ്യത്തിന്റെ 12% ചെങ്കടൽ വഴിയാണ്. സൂയസ് കനാലിനെ പോലെ എണ്ണ ദ്രവീകൃത പ്രകൃതിവാതക കടത്തിൽ മർമ്മപ്രധാനമാണ് ചെങ്കടലിലെ ബാബുൽ മൻദബ് കനാൽ. ഈ വഴി തടസ്സപ്പെട്ടാൽ ആഫ്രിക്കയുടെ തെക്കേ മുനമ്പിലുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് മാത്രമാണ് അവലംബം. അതാകട്ടെ ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമുള്ള ഊർജക്കടത്തിന്റെ വഴിദൂരവും ചെലവും കൂട്ടും. ഈ പ്രാധാന്യം കണ്ടറിഞ്ഞു തന്നെയാണ് യമന്റെ ഭൂപരിധിയിൽപ്പെടുന്ന ഈ പ്രദേശം വെച്ച് ഹൂതികൾ വിലപേശുന്നത്. അമേരിക്കയ്ക്കും സഖ്യശക്തികൾക്കും പാത തടസ്സമുക്തമാവുകയും വേണം. അങ്ങനെ ചെങ്കടൽ എല്ലായ്പ്പോഴും ഒരു പോർമുഖമായി മാറുന്നു. തലസ്ഥാനമായ സൻആ അടക്കം യമന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും വിമതരായ ഹൂതികളുടെ കൈകളിലാണ്. ഷിയ വിഭാഗക്കാരായതിനാൽ ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട്. ഹൂതി സംഘടനയായ അൻസാറുള്ളയ്ക്കുള്ള സൈനിക പിന്തുണ അവസാനിപ്പിക്കാൻ ട്രംപ് തെഹ്റാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്നാൽ അൻസാറുള്ളയെ ഇറാന്റെ പ്രോക്സിയായി പ്രചരിപ്പിക്കുന്ന ആഖ്യാനങ്ങളിൽ കഴമ്പില്ലെന്നും അവരുടെ നയനിലപാടുകൾ രൂപവൽക്കരിക്കുന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഇറാൻ ഇസ്ലാമിക വിപ്ലവ സേന കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി പ്രതികരിച്ചിട്ടുണ്ട്. ഹൂതികൾക്ക് അവരുടേതായ താവളങ്ങളും താൽപ്പര്യങ്ങളും ഉണ്ടെന്നും ഇറാന്റെ പ്രോക്സിയായി അവരെ കാണാനാവില്ലെന്നുമാണ് മേഖലയിലെ നിഷ്പക്ഷ നിരീക്ഷകരുടെയും നിലപാട്. അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അൻസാറുള്ളയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇറാൻ രംഗത്ത് വന്നു. യമൻ വിജയിക്കുമെന്നും അവർക്ക് മുന്നിൽ ചെറുത്തുനിൽപ്പിന്റെ വഴിയേ ഉള്ളൂവെന്നും അത് ഫലപ്രദമാണെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈ എക്സിൽ കുറിച്ചു. മുസ്ലിം രാഷ്ട്രങ്ങൾ ഉറച്ചു നിൽക്കുന്നതാണ് അമേരിക്കയെയും സഖ്യശക്തികളെയും ചകിതരാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ ആദ്യ ഊഴത്തിൽ തന്നെ യമനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ട്രംപ് തുനിഞ്ഞിറങ്ങിയതാണ്. ഹൂതി ഭീഷണി നേരിടുന്ന ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക നടത്തിവന്ന ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടുള്ള US കോൺഗ്രസ് പ്രമേയം അന്ന് ട്രംപ് വീറ്റോ ചെയ്തിരുന്നു. അറബ് ലോകത്തെ ഏറ്റവും കൊടിയ ദരിദ്ര രാജ്യമായ യമനിൽ 2014 മുതൽ തുടർന്നു വരുന്ന യുദ്ധം 4 ലക്ഷത്തിലേറെ പേരെയാണ് കൊന്നൊടുക്കിയത്. അതിൽ 1.5 ലക്ഷത്തിലേറെ സൈനിക ആക്രമണങ്ങളിലാണെങ്കിൽ അവശേഷിച്ചതത്രയും
യുദ്ധവും ഉപരോധവും തീർത്ത പട്ടിണിയും രോഗവും മൂലമായിരുന്നു. കൊല്ലപ്പെട്ടതിൽ 70% കുഞ്ഞുങ്ങളായിരുന്നു. ഓരോ 9 മിനിറ്റിലും 5 വയസ്സിൽ താഴെയുള്ള ഒരു യമനി കുഞ്ഞ് മരിച്ചു വീഴുന്നുവെന്നാണ് 2021 ഐക്യരാഷ്ട്രസഭയുടെ വികസന ഏജൻസിയായ UNDP-യുടെ കണക്ക്. യുദ്ധം നിലയ്ക്കാതെ പോയാൽ 2031 13 ലക്ഷം പേരുടെ ജീവൻ അതെടുക്കുമെന്നും UNDP പ്രവചിച്ചിരുന്നു. ഇത്രയും ദയനീയമായ ദുരിതക്കടൽ കലക്കാനാണ് അമേരിക്ക നേരിട്ടിറങ്ങുന്നത്. ഹൂതി ഭീകരതയെ ഇല്ലാതാക്കാൻ 2014 ആരംഭിച്ച ആക്രമണ പദ്ധതി ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രദേശങ്ങൾ അൻസാറുള്ളയുടെ നിയന്ത്രണത്തിൽ വരികയാണ് ഉണ്ടായത്. തദ്ദേശ ജനതയുടെ പിന്തുണയുള്ള സംഘടനകളെ തുടച്ചു നീക്കാൻ പുറം അധിനിവേശ ആക്രമണ പദ്ധതികൾക്ക് കഴിയില്ലെന്നതിൻ്റെ തെളിവാണ് അഫ്ഗാനിസ്ഥാനും യമനുമൊക്കെ. കൂടുതൽ സാധാരണക്കാരെ കൊന്നുമുടിക്കാനും നഗരങ്ങൾ നാമാവശേഷമാക്കാനും കഴിയുമെന്നല്ലാതെ ദൗത്യപൂർത്തീകരണത്തിൽ അധിനിവേശ ശക്തികൾ എല്ലായ്പ്പോഴും പരാജയപ്പെട്ടതാണ് അനുഭവം. ട്രംപിന്റെ പുതിയ യുദ്ധാവേശവും സ്വതവേ ദുർബലയായ യമനെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്നല്ലാതെ അമേരിക്കയോ ഇതര സഖ്യകക്ഷികളോ മറ്റൊന്നും നേടാൻ പോകുന്നില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.